എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സൺഡേയും കുടുംബത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് ഞായറാഴ്ചയാണ്. പലർക്കും അമ്പലത്തിൽ പോകണം, പള്ളികളിൽ പോകണം, തിരിച്ചു വന്ന് ആഹാരങ്ങൾ പാചകം ചെയ്യണം, വാഷിംഗ് നിർത്തണം, ഹൗസ് കീപ്പിംഗ് ചെയ്യണം. ആകെ തിരക്കുള്ള ഒരു ദിവസം. ഒരു ആഴ്ച മൊത്തം അധ്വാനിച്ച് ആകെ കിട്ടുന്ന ഈ ഒരു ദിവസത്തിൽ ഒന്ന് റെസ്റ്റ് എടുക്കാം എന്ന് കരുതിയാൽ പല കുടുംബങ്ങൾക്കും അത് സാധ്യമല്ല. കുഞ്ഞുങ്ങളും ഭർത്താവും അമ്മയും ഒക്കെ ഒന്നിച്ച് കിട്ടുന്ന ഒരു ദിവസം അത് നല്ല രീതിയിൽ ആയിരിക്കണം, പ്ലാൻ ചെയ്തായിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാം ഡിസോർഡർ ആകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഈ സമയത്തിന് അനുസരണമായ രീതിയിൽ നാം പ്ലാനിങ് ചെയ്തില്ലെങ്കിൽ ഒരു സൺഡേ എന്നുള്ള ദിവസം നമുക്കാകെ വിഷമമുള്ളൊരു ദിവസമായി മാറിപ്പോകും. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ അവരെ പരിചരിക്കണം. ഒപ്പം മാതാപിതാക്കൾ ശകലം ദൂരെയാണെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാൻ പോകണം. ആകെയുള്ള ഒരു സമയം തികച്ചും തിരക്കിൻ്റെ ദിവസം. അപ്പോൾ ഇതിലേറ്റവും വലിയ ഭാഗ്യം ചെയ്യുന്നവർ ആരെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ ബുദ്ധിമുട്ടുകളെ, അവരുടെ സമയങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അവരോടൊപ്പം ചേർന്ന് നിന്ന് സഹായിക്കാനും ശ്രമിക്കുന്ന ഏതെങ്കിലും ഭർത്താവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം ഭാഗ്യമുള്ള കുടുംബമാണ്. ഐശ്വര്യത്തിൻ്റെ കുടുംബമായിരിക്കും, സമാധാനത്തിൻ്റെ കുടുംബമായിരിക്കും. മറിച്ച് ഈ ഭാര്യയുടെ കഷ്ടപ്പാടും ഇതൊക്കെ എല്ലാം മറന്നുകൊണ്ട് കുട്ടികളോടൊപ്പം ഒരു ദിവസം പോലും ഒന്നിച്ചിരിക്കാതെയും കുഞ്ഞുങ്ങളൊപ്പം അന്നത്തെ ദിവസം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാതെയും ഒക്കെയുള്ള ഒരു അച്ഛനാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ സന്തോഷമെന്നുള്ളത് കാണാൻ സാധിക്കില്ല. കാരണം എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന ഒരു സമയം വീട്ടിൽ വന്നാൽ അത് ഒരു അമ്മയുടെ ജോലിയാണ്. അത് മറ്റാരുടെയും അച്ഛൻ അതിൽ യാതൊരു ഭാരവാഹിത്വവും ഇല്ല എന്ന് കരുതുന്ന അച്ഛന്മാരുടെ കാര്യം വളരെ ദുഃഖകരമാണ്. അവർ കഷ്ടപ്പെടുമ്പോൾ അവർ എന്തെങ്കിലും ഒരു വേതനം വീട്ടിൽ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല ജീവിതം. അതല്ല യഥാർത്ഥത്തിലുള്ള കുടുംബസ്നേഹമോ. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ആ ദിവസത്തെ സന്തോഷത്തോടുകൂടി ചിലവഴിക്കാൻ ശ്രമിക്കണം. എല്ലാ ജോലികളും ഒരാൾ കൂടെ സഹായത്തിനുണ്ടെങ്കിൽ ആ ജോലിയിൽ എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് ആ വീട്ടുടമയ്ക്കും അറിയാൻ സാധിക്കും. എല്ലാം ഭാര്യയുടെ തലയിലാക്കി എല്ലാം അവരുടെ ജോലിയാണെന്ന് കരുതി വീട്ടിൽ നിന്നും രാവിലെ പുറത്തുപോയി ഏതെങ്കിലും ക്ലബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടനുമായി ചേർന്നിരുന്ന് മദ്യപിച്ച് ചീട്ട് കളിച്ച് സമയം കളഞ്ഞ് അവസാനം വീട്ടിൽ കുടിച്ച് യാതൊരു ലെവലുമില്ലാതെ വീട്ടിൽ കയറി വന്ന് ഉണ്ടാക്കുന്ന ഒരു എന്തെങ്കിലുമൊക്കെ കൊച്ചു സംസാരത്തിലൂടെ അവിടെ ഒരു അശാന്തി പരത്തുന്ന കുടുംബങ്ങളും ഇല്ലാതില്ല. ഇതൊന്നുമില്ലാതെ സമാധാനമായി കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ളൊരു ദിവസം ചിലവഴിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് യഥാർത്ഥത്തിൽ ഒരു ഐശ്വര്യമുള്ള കുടുംബമായി സമൂഹത്തിന് കാണാൻ പറ്റുന്നത്. സാധിച്ചാൽ എല്ലാവരും കുഞ്ഞുങ്ങളടക്കം ഈ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു ഒത്തൊരുമ ഇതെല്ലാം കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കതൊരു മാതൃകയായിരിക്കും. എന്നാൽ അത് തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുന്നത്. ഇങ്ങനെ ആയിരിക്കണം ഒരു കുടുംബം. എല്ലാ ജോലികളും കഴിഞ്ഞ് ഒരു വർക്കെല്ലാം ഒന്നിച്ച് ചേർന്ന് നിന്ന് ചെയ്താൽ ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ ഹൗസ് കീപ്പിംഗ് എല്ലാത്തിനും കുഞ്ഞുങ്ങളെയും ഒപ്പം കൂട്ടുമ്പോൾ അവരും എല്ലാവരും ഒന്നായി ചെയ്യുമ്പോൾ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. അതൊരു കൂട്ടായ്മയിലൂടെയുള്ളൊരു സന്തോഷത്തിലൂടെ എല്ലാ പണികളും വേഗം ചെയ്തു തീർക്കാം. സാധിച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം സമയം ലഭിച്ചാൽ
കുടുംബമായി പുറത്തുപോയി ഏതെങ്കിലും പാർക്കിൽ കുഞ്ഞുങ്ങൾക്കും കുറേ സമയം സ്പെൻഡ് ചെയ്ത് ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി നടത്തി വീട്ടിൽ തിരിച്ചെത്തിയാൽ അടുത്തുള്ളൊരു ദിവസം ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രസന്നതയും ആ ഊർജവും അത് അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റൂ. മറിച്ച് ഇതൊന്നുമില്ലാതെ ആഭാസത്തരം കാണിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കോമാളിത്തരങ്ങൾ ഉണ്ടാകുന്ന ഒരു വീടാണെങ്കിൽ അതിനെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും വ്യത്യാസം. ഈ ലോകത്തിൽ സ്വർഗവും നരകവും ഈ ലോകത്ത് ഈശ്വരൻ നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പങ്കുവയ്ക്കണമെന്നുള്ളത് നാം തന്നെ തിരിച്ചറിയാം. അതിനുള്ള ബുദ്ധിയും ഈശ്വരൻ തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു കുടുംബം, സന്തുഷ്ടമായൊരു കുടുംബം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നേരുന്നു നല്ലൊരു സൺഡേ. കാണാം വീണ്ടും മറ്റൊരു സൺഡേ ടിപ്പുമായി അടുത്ത ഞായറാഴ്ച. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.